ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2024 തൃശൂരിൽ കാലവർഷക്കെടുതിയിൽ ബാക്കി നൽകാനുള്ള ധനസഹായം അനുവദിച്ചതായും മുഖ്യമന്ത്രി. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. നെടുപുഴയിൽ 11 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. വാഗ കാക്കത്തുരുത്തിലെ 23ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു. പെരിങ്ങൽകുത്ത് ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര ധനസഹായം അനുവദിച്ച് ഉത്തരവായി. ഫണ്ട് വൈകിയത് നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനാലാണെന്നും പ്രത്യേക കേസായി പരിഗണിച്ചാണ് കേന്ദ്രാനുമതി ലഭ്യമാക്കിയതെന്നും സുരേഷ് ഗോപി. ചെറുതുരുത്തിയിൽ നൃത്ത അധ്യാപികയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. മലപ്പുറം സ്വദേശിനി ധനലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് വിജീഷ് പോലീസിൽ കീഴടങ്ങി. മടവാക്കര കാഴ്ചക്കടവിൽ കാർ നിയന്ത്രണം വിട്ട് മണലിപ്പുഴയിലേക്ക് പതിച്ചു. ഡ്രൈവർ രക്ഷപ്പെട്ടു. ചാവക്കാട് മന്നലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. നവീകരണത്തിന്റെ പേരിൽ ഒല്ലൂർ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിട്ട് 2 മാസം കഴിഞ്ഞിട്ടും പണികളെല്ലാം പാതി വഴിയിൽ. റെയിൽവേ ഗേറ്റ് എന്ന് തുറക്കുമെന്നറിയാതെ പ്രദേശവാസികളും വ്യാപാരികളും ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപയും സംസ്കാര കർമ്മങ്ങൾക്ക് 10,000 രൂപയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2024 കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയ്ക്ക് ബാക്കി നൽകാനുള്ള ധനസഹായം അനുവദിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 8-ാം തീയതി വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ത്യയ്ക്ക് മാതൃകയാകുന്ന വിധത്തിൽ കാലാവസ്ഥാ പ്രവചനത്തിന് സംവിധാനമുണ്ടാക്കും. ഫ്ലഡ് മാപ്പിംഗ് അടക്കം നടത്തും. ഡാമുകളിലെ മണൽ നീക്കും. നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകും. ഡാം മാനേജ്മെന്റിന് ആധുനിക സംവിധാനം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കനത്ത മഴയ്ക്ക് ശമനമായിട്ടും ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. നെടുപുഴയിൽ 11 കുടുംബങ്ങൾ ക്യാമ്പിലേക്ക് താമസം മാറ്റി. കോർപ്പറേഷൻ 44-ാം ഡിവിഷൻ നെടുപുഴ മല്ലിത്തറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 15ഓളം കുടുംബങ്ങൾ വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് ക്യാമ്പിലേക്ക് മാറി താമസിച്ചിരിക്കുകയാണ്. തൃശൂർ കോർപ്പറേഷൻ കുറുക്കഞ്ചേരി സോണൽ പരിധിയിലുള്ള 33, 43, 44, 45 ഡിവിഷനുകളിലെ നെടുപുഴ, മല്ലിത്തറ, മുല്ലയ്ക്കൽ തുരുത്ത്, അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരം, AKG ഗ്രീൻ വാലി തുടങ്ങിയ പ്രദേശങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളം കയറിയതിനാലാണ് 11 കുടുംബങ്ങൾ നെടുപുഴ വനിതാ പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് താമസം മാറ്റിയത്. ഈ പ്രദേശങ്ങളിലെ വീടുകൾ ഒട്ടുമിക്കതും വെള്ളത്തിലാണ്. സമീപത്തെ പാടശേഖരത്തിലെ കഴകളും സ്ലൂയിസുകളും മത്സ്യകൃഷിക്കായി അടച്ചിട്ടിരിക്കുന്നതും തോടുകളിലൂടെ അധികജലം ഒഴുകി വരുന്നതുമാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. എല്ലാ കൊല്ലം തന്നെ സംഭവം. ഞങ്ങൾ ക്യാമ്പിൽ തന്നെ നിൽക്കാറ്. ഇപ്പൊ ഞങ്ങൾക്ക് ബാത്റൂമിൽ ഇരിക്കാൻ പറ്റില്ല. സ്കൂൾ പിള്ളേരെ കാരണം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക്. അവർ ഈ യൂണിഫോമൊക്കെ നനഞ്ഞ് പിണ്ടിയായിട്ടാണ് ഈ സ്കൂളിൽ ബസ്സിൽ കയറി പോണത്. അതാണ് അപ്പോൾ ഈ റോഡൊന്ന് പൊക്കിയത് ഞങ്ങൾക്ക് ഉപകാരമായി. എല്ലാ കൊല്ലം ഇത് തന്നെ ഞങ്ങൾ ഇതാക്കുന്നത്. പിന്നെ ഈ ഇവിടെ കോളിൽ മീൻ വളർത്തുന്നുണ്ട്. അതൊന്നും ഇല്ലാണ്ടാക്കിയാണെങ്കിൽ അത് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ വെള്ളം കയറണത്. കെട്ടി നിർത്തിക്കണം അവർ. അത് തുറന്ന് വിടാത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ കളക്ടർക്ക് പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും വെള്ളം കയറി. 7 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 11 കുടുംബങ്ങളിലെ 36 പേരാണ് തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ഇതുവരെയായി ക്യാമ്പിലെത്തിയിരിക്കുന്നത്. 5 കുടുംബങ്ങൾ കൂടി വൈകിട്ടോടെ ക്യാമ്പിലെത്തുമെന്നും എല്ലാവർക്കും ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ഡിവിഷൻ കൗൺസിലർ അമ്പിളി TCVയോട് പറഞ്ഞു. തിങ്കളാഴ്ച ഏകദേശം ഒരു ഉച്ചയോട് കൂടിയാണ് ക്യാമ്പ് ആരംഭിച്ചത്. ആദ്യം ഒരു 3 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇന്നലേക്ക് ഒരു 7 ഫാമിലിയായി. ഇപ്പോൾ ഒരു 11 ഫാമിലിയിൽ നിന്ന് 36ഓളം പേരാണുള്ളത്. 7 മാസമായ കുഞ്ഞു മുതൽ നമ്മുടെ സീനിയർ സിറ്റിസൺ ഒരുപാട് അങ്ങനെയാണ് കൂടുതലുള്ളത്.
നമ്മുടെ ഹെൽത്ത് കോർപ്പറേഷനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ദിവസം തന്നെ ക്യാമ്പിന് ഈ പോളിടെക്നിക്കിൻ്റെ ഹാൾ വിട്ടു തന്ന പ്രിൻസിപ്പൾ വിട്ടു തന്നിരുന്നു. ഈ ഹാൾ സജ്ജമാക്കിയിരുന്നു. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിന് ക്യാൻറ്റീനും ഇന്നൊക്കെ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഹെൽത്തിൻ്റെ എല്ലാ പേരും കോർപ്പറേഷൻ്റെ എല്ലാ വർക്കേഴ്സും നമ്മുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് കഴിയുന്നത്. ക്യാമ്പിലെത്തിയ കുടുംബങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഭക്ഷണവും ഒരുക്കാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ജീവനക്കാരും കൗൺസിലർമാരും ക്യാമ്പിൽ സജീവമാണ്. സ്ഥലം MLA കെ രാജൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, തഹസിൽദാർ തുടങ്ങിയവർ വെള്ളക്കെട്ട് പ്രദേശങ്ങളും ക്യാമ്പും സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തിയിരുന്നു. ബണ്ടുകളെല്ലാം കടകളെല്ലാം അടച്ചിട്ട് മത്സ്യകൃഷി ചെയ്യുന്നതാണ് ഈ വെള്ളം കയറാൻ കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് റോഡിലേക്കുള്ള ചെറിയ വഴിയും മുങ്ങിക്കിടക്കുകയാണ്, താഴ്ന്നതിനാൽ മുങ്ങിക്കിടക്കുകയാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയാൽ ഒരു പരിധി വരെ ഇവിടുത്തെ വെള്ളക്കെട്ട് പ്രശ്നം തീർക്കാമെന്നാണ് വീട്ടുകാർ പറയുന്നത്. മല്ലിത്തറയിൽ നിന്നും ക്യാമറാമാൻ സിബി പോട്ടുകാരനോടൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എളവള്ളി പഞ്ചായത്തിലെ വാഗ കാക്കത്തുരുത്ത് നിവാസികൾ വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയും കേച്ചേരി പുഴയിലൂടെ ഒഴുകിയെത്തിയ അധിക ജലവും മൂലം കാക്കത്തുരുത്തിലേക്കുള്ള ഏക റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി. ഇതോടെ 23 കുടുംബങ്ങൾ ദുരിതത്തിലായി. 2 ഫാമുകളിലായി 75ഓളം പശുക്കളും ഇവിടെയുണ്ട്. കാക്കത്തുരുത്തിൽ ഒറ്റപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിനും അവശ്യ വസ്തുക്കൾ ലഭ്യമാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്ന് വാർഡ് അംഗം രാജീവ് മണികണ്ഠൻ പറഞ്ഞു. പൊരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് 419.40 മീറ്ററായി ഉയർന്നതിനെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് ക്രസ്റ്റ് ലെവലിൽ നിയന്ത്രിച്ച് നിർത്തുന്നതിനായി ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നു. ഡാമിൽ നിന്നുള്ള അധികജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുന്നതിനാൽ പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പീച്ചി ചെറുകിട വൈദ്യുതി നിലയത്തിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ട്രയൽ റൺ നടത്തി. ഇതിന്റെ ഭാഗമായി 15 മിനിറ്റോളം പവർ ഹൌസിൽ നിന്ന് പുഴയിലേക്ക് വെള്ളം ഒഴുക്കിവിട്ടു. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചാണ് ട്രയൽ റൺ നടത്തിയതെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പാവർട്ടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വീടും ക്ഷേത്രവും തകർന്നു. മരുതയൂർ 16-ാം വാർഡ് മുല്ലത്തറയ്ക്കൽ വീട്ടിൽ ഓമനയുടെ വീടും കുടുംബക്ഷേത്രവുമാണ് തകർന്നത്. 40 അടിയോളം ഉയരവും 40 വർഷത്തിലധികം പഴക്കമുള്ള ഇത്തിമരമാണ് ക്ഷേത്രത്തിന് മുകളിലേക്ക് വീണത്. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയും കൽവിളക്കും തകർന്ന നിലയിലാണ്. 10 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായതായി പറയുന്നു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര ധനസഹായം അനുവദിച്ച് ഉത്തരവായി. കഴിഞ്ഞ ഓണക്കാലത്താണ് പുലിക്കളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത്. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു പ്രഖ്യാപനം. ഇത് വൈകിയതിനെതിരെ വ്യാപകമായി പുലിക്കളി സംഘങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കാത്തതുകൊണ്ടാണ് ഫണ്ട് വൈകിയതെന്നും പ്രത്യേക കേസായി പരിഗണിച്ച് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭ്യമാക്കുകയായിരുന്നുവെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിക്കുമെന്ന് ഉറപ്പായതോടെ ആശ്വാസത്തോടെ പുലിക്കളി സംഘങ്ങൾ. വീണ്ടും ഒരു പുലിക്കളി കൂടി വിളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ നടത്തിയ പുലിക്കളിക്ക് കേന്ദ്ര സഹായമായി പ്രഖ്യാപിച്ച 3 ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ചിട്ടുള്ള സന്തോഷത്തിലാണ് പുലിക്കളി സംഘങ്ങൾ. ഏറെ പ്രതിഷേധമുയർത്തേണ്ടി വന്നു അല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച പുലിക്കളി സംഘങ്ങളാണ്. കാരണം പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാമ്പത്തിക ബാധ്യത നേരിടുന്ന ഈ സമയത്ത് 3 ലക്ഷം എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. അപ്പോൾ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ പിന്നീടാണ് അതിൻ്റെ ചില ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് അതെന്തായിരുന്നു? കാരണം ഒരു വർഷം കഴിഞ്ഞു, അടുത്ത പുലിക്കളി വരേണ്ടി വന്ന പണം ലഭിക്കാൻ സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വീഴ്ചയാണെന്നാണ് അന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ യോഗത്തിൽ ജൂലൈയിൽ പറഞ്ഞത്. ശരിയാണോ? അതെ, അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു കറസ്പോണ്ടൻസും ഞങ്ങൾ ടീമുകളായിട്ട് നേരിട്ടുണ്ടായിരുന്നില്ല. കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നോ ടൂറിസം MP എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. നേരിട്ട് കേരള സർക്കാരായിട്ടായിരുന്നു. അപ്പോൾ അതിൽ പല നോംസും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു സാമ്പത്തിക ധനസഹായമല്ല, ഇതൊരു സ്പോൺസർഷിപ്പായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നോംസ് പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ടെക്നിക്കലായിട്ട് ഇത് മാറ്റിവെച്ചിരുന്നത്. ഇതൊരു പുലിക്കളി സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം വലിയ ആവശ്യമായിരുന്നു. ഇത്തവണ എത്ര പുലിക്കളിയാണ്? കൂടുതൽ വരുമോ? രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ 9 ടീമുകൾ തന്നെയാണ് ഈ തവണ രംഗത്തുള്ളത്.
എന്തായാലും 3 ലക്ഷം രൂപ കേന്ദ്ര ഫണ്ട് കൂടി ലഭ്യമാകുന്നതോടെ വരും വർഷങ്ങളിലും അത് ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പുലിക്കളി സംഘങ്ങൾ തൃശ്ശൂരിലെ 4-4 പുലിക്കളിക്കായി സ്വരാജ് റൗണ്ടിലിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 24 ലക്ഷം രൂപ ധനസഹായം അനുവദിച്ച് ഉത്തരവ് പുറത്തിറങ്ങിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുലിക്കളി സംഘങ്ങൾക്ക് മധുര വിതരണം നടത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലാണ് ധനസഹായം ലഭിക്കാൻ വഴിയൊരുക്കിയതെന്ന് BJP നേതാക്കൾ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ആഹ്ലാദ പ്രകടനം BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KR ഹരി, സുധീഷ് മേനോത്തുപറമ്പിൽ, പൂർണിമ സുരേഷ്, ബിജോയ് തോമസ്, രഘുനാഥ് സി മേനോൻ, ബിബിൻ ഐനിക്കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ചെറുതുരുത്തിയിൽ നൃത്ത അധ്യാപികയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് വിജീഷ് തേഞ്ഞിപ്പലം പോലീസിൽ കീഴടങ്ങി. മലപ്പുറം സ്വദേശിനി 56 വയസ്സുള്ള ധനലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. ചെറുതുരുത്തി ഹന്ന റെസിഡൻസിയിലാണ് സംഭവം. ചൊവ്വാഴ്ചയാണ് ഇരുവരും ഹോട്ടലിൽ മുറിയെടുത്തത്. തേഞ്ഞിപ്പലം പോലീസ് വിവരം അറിയിച്ചതനുസരിച്ച് ചെറുതുരുത്തി പോലീസ് ലോഡ്ജിൽ പരിശോധന നടത്തി. ധനലക്ഷ്മി വിവാഹത്തിന് നിർബന്ധിച്ചതാണ് കൊലപാതകത്തിന് കാരണം. ഇൻക്വസ്റ്റ് നടത്താനായിട്ട് നമ്മുടെ ചെറുതുരുത്തി ഇൻസ്പെക്ടർ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടികൾ ഉടനെ നടക്കും. നമ്മുടെ സയൻറ്റിഫിക് എക്സ്പെർട്ട് ടീംസൊക്കെ വന്നിട്ടുണ്ട്. നടപടികൾ വഴിയുണ്ടാവും. സ്ത്രീ വേങ്ങരയിലുള്ളതും മറ്റാൾ തേഞ്ഞിപ്പാലത്തുള്ളതാണ്. സ്ത്രീ ഒരു ഡാൻസ് ടീച്ചറാണ്. അവരുടെ പരിചയക്കാരനാണെന്നാണ് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ നടപടികൾ ചെയ്യുന്നുണ്ട്. കൊലപാതകം ആണ് എന്ന് പറഞ്ഞാണ് ഈ പ്രതി മലപ്പുറത്ത് പോയി സറണ്ടർ ആയത് സ്റ്റേഷനിൽ. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്ന ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. മടവാക്കര കാച്ചക്കടവിൽ കാർ മണലിപ്പുഴയിലേക്ക് മറിഞ്ഞു. അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീം 5.5 മണിക്കൂറോളം തെരഞ്ഞിട്ടും കാർ കണ്ടെത്താനായില്ല. ബുധനാഴ്ച പുലർച്ചെയാണ് ചാവക്കാട് മന്നലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാർ പുഴയിലേക്ക് മറിഞ്ഞത്. വളവുള്ള ഭാഗത്ത് നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. കാറിന്റെ മുൻവശത്തെ ഡോറിന്റെ ചില്ല് താഴ്ത്തിയിട്ടതുമൂലം പുഴയിലേക്ക് മറിഞ്ഞയുടൻ സിനാൻ ചാടി രക്ഷപ്പെട്ടു. ഈ കേസ് വേണം ഒഴിക്കേണ്ടിരുന്ന അതിൽ വണ്ടി ഒഴുകി പോകുന്നുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റി. ആലുവയിലെ കോളേജിൽ LLBക്ക് പഠിക്കുന്ന സിനാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. പുറകിൽ വന്ന കാർ യാത്രക്കാർ സമീപത്തെ വീട്ടിൽ നിന്ന് കയർ കൊണ്ടുവന്ന് കെട്ടിവലിക്കാൻ ശ്രമിച്ചെങ്കിലും കാർ ഒഴുകിപ്പോവുകയായിരുന്നു. സമീപവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ ശ്രീനാഥ് സ്ഥലത്തെത്തിയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഒരു മലപ്പുറത്ത് നിന്ന് വന്നിരുന്ന ഒരു പയ്യൻ ആലുവയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി കൺട്രോൾ പോയി പുഴയിലേക്ക് പോയി. അവിടെ നിന്ന് അപ്പോഴേക്കും വഴിയിൽ ഇവിടെ വന്നൊരു കാറുകാരൻ കണ്ട് സഹായിച്ച് അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ കാറ് വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഫയർഫോഴ്സ് വന്നു, പോലീസ് വന്നു. അങ്ങനെ ഇവിടെ അതിലത്തുള്ളൊരു ബൈജു എന്ന് പറഞ്ഞ ചേട്ടൻ, നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹം എന്നെ വിളിച്ചു വരുത്തി. ഞാൻ അവിടുത്തെ വാർഡ് മെമ്പർ കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കി. അവന് പരിക്കുള്ളിൽ രക്ഷപ്പെട്ടു. പക്ഷേ വണ്ടി അങ്ങോട്ട് ഒഴുക്കിൽ പോയി. ഒരു 100 മീറ്റർ അപ്പുറത്ത് വരെ വണ്ടി പോകുന്നതായിട്ട് കണ്ടു. അതിനുശേഷം വണ്ടി താന്നുപോയി. പുഴയിൽ ശക്തമായ ഒഴുക്കുള്ളതിനാൽ കാർ കൂടുതൽ ദൂരത്തേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്.
ദേശീയപാത പുതുക്കാട് സിഗ്നലിന് സമീപം പിക്കപ്പ് വാൻ ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിക്കാനിടയായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഞായറാഴ്ച വൈകിട്ടുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ മറ്റൊരു വാഹനത്തിന്റെ ബാക്ക് ക്യാമറയിലാണ് പതിഞ്ഞത്. അപകടത്തിൽ പട്ടാമ്പി തിരുമിറ്റക്കോട് സ്വദേശി മേലേതിൽ വീട്ടിൽ 22 വയസ്സുള്ള റിജാസ് മരിക്കുകയും കൂടെയുണ്ടായിരുന്ന പാലക്കാട് സ്വദേശി മൂത്താട്ടുപറമ്പിൽ രാമചന്ദ്രന്റെ മകൾ ശ്രീഷ്മയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീഷ്മ അപകടനില തരണം ചെയ്തു. കോട്ടയത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്കിന് പുറകിൽ പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം മുന്നിൽ പോയിരുന്ന 3 കാറുകളിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറുകയായിരുന്നു. പിക്കപ്പ് വാൻ ഡ്രൈവറായ തമിഴ്നാട് സ്വദേശിക്കെതിരെ പുതുക്കാട് പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരുന്നു. നവീകരണത്തിന്റെ പേരിൽ ഒല്ലൂർ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിട്ട് 2 മാസം കഴിഞ്ഞിട്ടും പണികളൊന്നും നടന്നില്ല. ഗേറ്റ് എന്ന് തുറക്കുമെന്നറിയാതെ പ്രദേശവാസികളും കച്ചവടക്കാരും ദുരിതത്തിൽ. അറ്റകുറ്റപ്പണികളുടെ പേരിൽ ജൂൺ 1 മുതലാണ് ഒല്ലൂർ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടത്. ജൂൺ 30 വരെ ഗേറ്റ് അടച്ചിടും എന്ന ബോർഡാണ് ആദ്യം സ്ഥാപിച്ചിരുന്നതെങ്കിലും പിന്നീട് തീയതി മായ്ച്ചു കളഞ്ഞു. അടച്ചിട്ട അന്ന് തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗേറ്റിന്റെ ഭാഗം കുത്തിപ്പൊളിച്ചിട്ടതല്ലാതെ പിന്നീട് ഒരു പണിയും ഇവിടെ നടന്നിട്ടില്ല. ഒല്ലൂർ ഭാഗത്തു നിന്ന് ആനക്കല്ല്, പെരിഞ്ചേരി, പാലക്കൽ, ചേർപ്പ് ഭാഗത്തേക്കും തിരിച്ചുമുള്ള 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴി അടച്ചിട്ടതോടെ യാത്രക്കാർ വലിയ ദുരിതത്തിലായി. ഇപ്പോൾ വാഹനങ്ങളെല്ലാം തൈക്കാട്ടുശ്ശേരി മേൽപ്പാലം വഴിയാണ് കടന്നുപോകുന്നത്. പാലത്തിലാകട്ടെ കോൺക്രീറ്റ് പാളികൾ ഇളകി കമ്പികൾ പുറത്തു വന്ന നിലയിലാണ്. ഇതോടെ പാലത്തിലും ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വഴിയിലും ജംഗ്ഷനിലും വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഒല്ലൂർ ഗേറ്റ് എന്ന് തുറക്കുമെന്ന് പ്രദേശത്തെ കൗൺസിലർമാർക്ക് പോലും നിശ്ചയമില്ല. ഗേറ്റ് സ്ഥിരമായി അടച്ചിട്ടതാണോ എന്ന ആശങ്കയും പൊതുജനങ്ങൾക്കുണ്ട്. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിൽ വിദ്യാർത്ഥിക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ചു. വെള്ളിക്കുളങ്ങര സ്വദേശിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. 2 ദിവസം മുമ്പാണ് കുട്ടിക്ക് കടുത്ത പനി അനുഭവപ്പെട്ടത്. കുട്ടിയുടെ വീടിന് സമീപത്തെ പന്നി ഫാമിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ട് പെൺവേഷം ധരിച്ച് ഗുരുവായൂരിലെത്തിയ 5 അംഗ സംഘത്തെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തൊടുപുഴ മുട്ടം സ്വദേശികളായ ഒറ്റപ്ലാക്കൽ വീട്ടിൽ ആദർശ്, ചോലമറ്റത്തിൽ പ്രസാദ്, തൈപ്പറമ്പിൽ ബിനീഷ്, തേങ്ങിൽ ഷാഹിദ്, കാരക്കുന്നേൽ സ്റ്റീഫൻ എന്നിവരെയാണ് SHO വിനോദ് വലിയാട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പടിഞ്ഞാറേനടയിൽ പെൺവേഷത്തിൽ സംശയാസ്പദമായി നിൽക്കുകയായിരുന്ന പ്രസാദിനെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് പെട്രോളിങ്ങിനിടെയാണ് കാറിൽ കറങ്ങുകയായിരുന്ന മറ്റ് 4 പേരെയും പിടികൂടിയത്. ഇവരിൽ നിന്ന് 16 ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന കൊലപാതക ഗൂഢാലോചന പുറത്തു വന്നത്. തൃശൂരിൽ സ്പായിൽ ജോലി ചെയ്യുന്ന തൊടുപുഴ സ്വദേശിയായ യുവതിയെയാണ് സംഘം ലക്ഷ്യമിട്ടിരുന്നത്. ഇവർ തൃശൂരിലെത്തിയ വിവരം അറിഞ്ഞതോടെ യുവതി ഗുരുവായൂരിലേക്ക് മാറുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ പ്രതികളും ഗുരുവായൂരിലെത്തി. യുവതിയെ കണ്ടെത്തി ആക്രമിക്കാനായിരുന്നു പദ്ധതിയിട്ടതെന്ന് പോലീസ് അറിയിച്ചു. സൗഹൃദ ബന്ധത്തിൽ നിന്നും യുവതി പിന്മാറിയതിന്റെ വൈരാഗ്യമാണ് കൊലപാതക പദ്ധതിക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. യുവതിയെ പിന്നീട് പോലീസ് കണ്ടെത്തി സുരക്ഷിതമായി നാട്ടിലേക്ക് അയച്ചു. TCV, ഗുരുവായൂർ. രോഗികളോട് ഇടപെടുന്നതിൽ സർക്കാർ ആശുപത്രി ജീവനക്കാർക്ക് പരിശീലനം നൽകാനൊരുങ്ങി ആരോഗ്യവകുപ്പ്. ജീവനക്കാരുടെ മോശം പെരുമാറ്റം സംബന്ധിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും നിരന്തരം പരാതി ലഭിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, വനിതാ ശിശു ആശുപത്രികൾ, മോഡൽ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കാണ് പരിശീലനം നൽകുക. മെഡിക്കൽ ഓഫീസർമാരൊഴികെ എല്ലാവർക്കും പരിശീലനം നൽകും. ജീവനക്കാരുടെ ഇടപെടൽ രോഗി സൗഹൃദമാക്കുകയാണ് ലക്ഷ്യം. രോഗീ പരിചരണം, രോഗത്തെക്കുറിച്ചും ആശുപത്രിയിലെ വിവരങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ ആശയവിനിമയം, പൊതുജന സമ്പർക്കം, തൊഴിൽ ധാർമ്മികത, നല്ല പെരുമാറ്റം, പരാതി പരിഹാരം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തും. പാഠ്യപദ്ധതി രൂപവൽക്കരിക്കാനും മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനം നടത്താനും അപെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെന്ററിനാണ് ചുമതല. ഓരോ മെഡിക്കൽ കോളേജിൽ നിന്നും 4 പേരെ വീതമാണ് ഇവർ പരിശീലിപ്പിക്കുക. പരിശീലനം നേടിയവർ മറ്റ് ജീവനക്കാർക്ക് പരിശീലനം നൽകും. ജില്ലാ ആശുപത്രി മുതൽ താലൂക്ക് ആശുപത്രി വരെയുള്ള ജീവനക്കാരിൽ തെരഞ്ഞെടുത്തവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന സ്ഥാപനമാണ് പരിശീലിപ്പിക്കുക. ഇവിടെ നിന്ന് പരിശീലനം കിട്ടിയ ജീവനക്കാർ ജില്ലാതലത്തിലും സ്ഥാപന തലത്തിലും മറ്റ് ജീവനക്കാർക്ക് പരിശീലനം നൽകും. പരിശീലനത്തിൽ പങ്കെടുക്കാത്ത സുരക്ഷാ ജീവനക്കാരെ ജോലിയിൽ തുടരാൻ അനുവദിക്കില്ല. ആശുപത്രി പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാത്ത രീതിയിൽ 10 പേരുൾപ്പെട്ട ബാച്ചുകളായി വേണം പരിശീലനം നടത്താൻ. 2 മാസത്തിനകം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, TCV.
മുരിങ്ങൂർ കട്ടപ്പുറത്ത് വീട്ടിൽ പണം വെച്ച് ചീട്ടുകളിച്ച 8 അംഗ സംഘത്തെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് 57,150 രൂപ കസ്റ്റഡിയിലെടുത്തു. കട്ടപ്പുറത്തുള്ള വീടിനുള്ളിൽ വെച്ച് പണം വെച്ച് ചീട്ട് കളിച്ചിരുന്ന സംഘമാണ് പിടിയിലായത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എൻ ഹബീബുള്ള, സബ് ഇൻസ്പെക്ടർമാരായ അരുൺകുമാർ, CS സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തയിലേക്ക്. ഗുരുവായൂരിൽ വീട്ടമ്മയ്ക്ക് വളർത്തുനായയുടെ കടിയേറ്റു. ബ്രഹ്മകുളം ഗ്രൗണ്ട് റോഡിൽ കാളിയത്തേൽ കേശവന്റെ ഭാര്യ പ്രീതയ്ക്കാണ് നായയുടെ കടിയേറ്റത്. കെട്ടിയിട്ടിരുന്ന നായ്ക്ക് ഭക്ഷണം നൽകാൻ എത്തിയതായിരുന്നു പ്രീത. ഈ സമയം നായ കയർ പൊട്ടിച്ച് പ്രീതയെ കടിക്കുകയായിരുന്നു. തുടർന്ന് റോഡിലേക്ക് ഓടിപ്പോയ നായ നിരവധി പേരെയും വളർത്തുമൃഗങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചു. വാർഡ് കൌൺസിലർ ജോയ് ചെറിയാന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരും ചേർന്ന് നായയെ പിടികൂടി നിരീക്ഷണത്തിലാക്കി. ദേശീയപാത 66-ൽ ചാവക്കാട് തെക്കേ ബൈപ്പാസ് മുതൽ ഒരുമനയൂർ വില്യം വരെയുള്ള റോഡ് തകർന്നു. ഇതോടെ ഈ വഴിയുള്ള ഗതാഗതം ദുഷ്കരമായി. പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനിടെ റോഡിൽ രൂപപ്പെട്ട വൻ കുഴികൾ കാരണം വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. മഴവെള്ളം നിറഞ്ഞുകിടക്കുന്നതിനാൽ കുഴികളുടെ ആഴമറിയാതെ എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി. കുഴികളിൽ വീണ് നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും യാത്രികർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രികാലങ്ങളിലാണ് അപകട സാധ്യത ഇരട്ടിയാകുന്നത്. വലിയ കുഴികൾ കാരണം ചരക്കുവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയും ദീർഘദൂര സർവീസുകളും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെടുകയാണ്. ദേശീയപാതയിലൂടെയുള്ള യാത്ര ജീവന് തന്നെ ഭീഷണിയായി മാറിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് യാത്രക്കാരും നാട്ടുകാരും ആരോപിക്കുന്നു. ഞാൻ തൃശ്ശൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് ജോലിയുടെ ആവശ്യത്തിന് സ്ഥിരമായിട്ട് ഈ റോഡിൽ പോകുന്ന ആളാണ്. എനിക്ക് ഈ ചാവക്കാട് ഏരിയയിൽ വരുമ്പോഴാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ റോഡ് കാണുന്നത്. പല പ്രാവശ്യം റോഡ് പൊളിഞ്ഞു കിടക്കുന്നു. ജസ്റ്റ് മണ്ണോ വെള്ളമോ കലക്കിപ്പാറുന്ന പോലെ, സിമെൻറ്റ് കലക്കിപ്പാറുന്ന പോലെ ഉണ്ട്. അത് ഒരാഴ്ച ഓടുമ്പോഴത്തേനും വീണ്ടും പഴയ പോലെ ആവാണ്. ഇതിൽ റോഡിൽ മാക്സിമം വരുമ്പോൾ വാഹനങ്ങൾക്ക് കംപ്ലൈൻറ്റും കാര്യങ്ങളും വരുന്നു. ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളാവുന്നു. ഇപ്പോൾ മലപ്പുറം മുതൽ ഈ പറഞ്ഞ തൃശ്ശൂർ വരെ ഓടുമ്പോൾ ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള റോഡ് ഇപ്പോൾ ഇതാണ്. ഹൈവേ അതോറിറ്റി ഇത് ഏറ്റെടുത്തു എന്ന് പറയുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഒരു മാറ്റം ഇവിടെ കണ്ടിട്ടില്ല. ഇത് ജനങ്ങളെ ദുരിതം ഏത് കാലത്ത് തീരും എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവില്ല. എത്രയും വേഗം റോഡിലെ കുഴികളടച്ച് യാത്ര സുരക്ഷിതമാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹൈവേയുടെ വർക്ക് തുടങ്ങിയപ്പോൾ വാഹനങ്ങൾ അത്രയും ഇതിൽ കൂടി പോയി തുടങ്ങി. ലോഡിങ് വണ്ടികൾ ഈ റോഡിൻ്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ഭാരം ചുമന്നിട്ടുള്ള വണ്ടികളായി പോകണത്. ഒക്കെ വലിയ വലിയ കുഴികളായി. ഒരു മഴ ഉണ്ട് പെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ചെളി ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ റോഡിലേക്ക് പോകുന്ന ആൾക്കാരെ മേലൊക്കെ ചെളിയാണ്. ഒരു 2 വീലറിൽ കൂടിയാണ് നടന്നിട്ടോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രസ്സിട്ട് പോകുന്ന ആൾ ഏത് ഡ്രസ്സിട്ട് പോയാലും അത് ചെളിയിൽ അഭിഷേകം ചെയ്തിട്ടാണ് പോണത്. TCV ന്യൂസ്, ചാവക്കാട്. കേരള വസ്ത്രാലയത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം 1 ലക്ഷമായതിന്റെ ആഘോഷം സംഘടിപ്പിച്ചു. കുന്നംകുളം കേരള വസ്ത്രാലയത്തിൽ ജീവനക്കാർ ഒത്തുചേർന്നാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കുന്നംകുളം ദയ ആശുപത്രിയുമായി സഹകരിച്ച് ജീവനക്കാർക്കായി നടപ്പിലാക്കുന്ന ചികിത്സാ സഹായ പദ്ധതിയുടെ കരാറിൽ ഏർപ്പെട്ടു. ആശുപത്രി ബില്ലുകളിൽ ഡിസ്കൗണ്ട് നൽകുന്ന പദ്ധതിയാണ് നിലവിൽ വന്നത്. കൂടാതെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ വണ്ടർല വാട്ടർ തീം പാർക്ക് സന്ദർശിക്കാനുള്ള അവസരവും കേരള വസ്ത്രാലയം ഒരുക്കുന്നുണ്ട്. ഓണത്തിനായി വിപുലമായ വസ്ത്രശേഖരമാണ് കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ട്രെൻഡിനനുസരിച്ചുള്ള എല്ലാത്തരം വസ്ത്രങ്ങളും ഇവിടെ ലഭ്യവുമാണ്. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന മെറ്റീരിയലുകളും എത്തിക്കഴിഞ്ഞു. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് വസ്ത്രവൈവിധ്യങ്ങൾ ഒരുക്കുന്നതിലാണ് കേരള വസ്ത്രാലയം ഇന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.
കുന്നംകുളം കാണിയാമ്പാലിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാണിയാമ്പാൽ സ്വദേശി മോഹനന്റെ ഭാര്യ 44 വയസ്സുള്ള സുമിയാണ് മരിച്ചത്. രാവിലെ 7 മണിയോടെയാണ് വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ സുമിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,360 രൂപ, പവന് 1,06,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2024 തൃശൂരിൽ കാലവർഷക്കെടുതിയിൽ ബാക്കി നൽകാനുള്ള ധനസഹായം അനുവദിച്ചതായും മുഖ്യമന്ത്രി. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. നെടുപുഴയിൽ 11 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. വാഗ കാക്കത്തുരുത്തിലെ 23ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു. പെരിങ്ങൽകുത്ത് ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര ധനസഹായം അനുവദിച്ച് ഉത്തരവായി. ഫണ്ട് വൈകിയത് നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനാലാണെന്നും പ്രത്യേക കേസായി പരിഗണിച്ചാണ് കേന്ദ്രാനുമതി ലഭ്യമാക്കിയതെന്നും സുരേഷ് ഗോപി. ചെറുതുരുത്തിയിൽ നൃത്ത അധ്യാപികയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. മലപ്പുറം സ്വദേശിനി ധനലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് വിജീഷ് പോലീസിൽ കീഴടങ്ങി. മടവാക്കര കാഴ്ചക്കടവിൽ കാർ നിയന്ത്രണം വിട്ട് മണലിപ്പുഴയിലേക്ക് പതിച്ചു. ഡ്രൈവർ രക്ഷപ്പെട്ടു. ചാവക്കാട് മന്നലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. നവീകരണത്തിന്റെ പേരിൽ ഒല്ലൂർ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിട്ട് 2 മാസം കഴിഞ്ഞിട്ടും പണികളെല്ലാം പാതി വഴിയിൽ. റെയിൽവേ ഗേറ്റ് എന്ന് തുറക്കുമെന്നറിയാതെ പ്രദേശവാസികളും വ്യാപാരികളും ദുരിതത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.